എന്റെ കൈക്ക് നല്ല പരിക്കുണ്ട്, നീ എന്നെ വലിച്ചു കയറ്റണം എന്ന് ഹണ്ടർ പറയുമ്പോൾ ബെക്കി അവളെ വലിച്ചു കയറ്റുകയും ബാഗിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഹോട്ടലിലേക്ക് ഒരു കുറിപ്പ് എഴുതി ഡ്രോണിൽ വിടുമ്പോൾ ഡ്രോണിന്റെ ചാർജ് പകുതി വെച്ച് തീരുന്നു. അതോടെ അവൾ ഡ്രോണിനെ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ആയിരിക്കുകയാണ്. ബെക്കി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹണ്ടറിനെ അവിടെ എങ്ങും കാണുന്നില്ല. അവൾ ആകെ പേടിക്കുകയും ഹണ്ടറിന്റെ ശരീരം കഴുകൻ കൊത്തി വലിക്കുന്നത് കണ്ട് അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീക്കുന്നു. അവൾ നോക്കുമ്പോൾ ഹണ്ടർ സേഫ് ആയി ഇരിക്കുകയാണ്. അപ്പോഴാണ് അവൾ മേലെ ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. അതുവഴി ഡ്രോൺ ചാർജ് ചെയ്യാൻ അവർ രാവിലെ വരെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ബെക്കി രാവിലെ അതിന്റെ മേലെ കഷ്ടപ്പെട്ട് കയറുകയും ഡ്രോൺ ചാർജ് കയറും വരെ അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോൾ കഴുകൻ അവളെ ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ പിടിച്ചു നിന്ന് ഡ്രോൺ ഫുൾ ചാർജ് ചെയ്യുന്നു. അങ്ങനെ അവൾ ഡ്രോൺ ഹോട്ടലിലേക്ക് പറത്തുകയും അടുത്ത് എത്താറായപ്പോൾ ഒരു ട്രക്ക് ഇടിച്ച് ഡ്രോൺ അവിടെ വീഴുന്നു. അതോടെ അവളുടെ മുഴുവൻ പ്രതീക്ഷയും പോയിരിക്കുകയാണ്. അതോടെ ഹണ്ടറിന്റെ മറ്റേ ഷൂ കൂടെ തരാൻ പറയുകയും എന്റെ ഫോണിലൂടെ നമുക്ക് പോസ്റ്റ് ഇട്ട് താഴേക്ക് ഇടാമെന്ന് പറയും. പക്ഷെ എന്റെ ഷൂ താഴെയാണ് എന്ന് ഹണ്ടർ പറയുമ്പോൾ നിന്റെ ഷൂ നിന്റെ കാലിൽ ഉണ്ടല്ലോ എന്നൊക്കെ ബെക്കി പറയുകയും ഞാൻ നേരത്തെ മരിച്ചിരുന്നു.